അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തജ്വീദ് നിയമത്തിലെ ഹുറൂഫുൽ ഖൽഖലയെക്കുറിച്ചാണ്. എന്താണ് ഹുറൂഫുൽ ഖൽഖല? ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഈ അക്ഷരങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളതൊരു പദത്തിലായിക്കൊണ്ട് മനസ്സിലാക്കുന്നു. ഖുതുബുജദ്. ഈ 5 അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നു കഴിഞ്ഞാൽ അവയെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നതാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കല്ല ഇന്നൽ ഇൻസാന ലയത്വ. ത്വാന് സുക്കൂന് വന്നപ്പോൾ ആ ത്വാനെ നമ്മൾ വ്യക്തമാക്കി ലയത്വ. അതുപോലെ തന്നെ ഇന്ന ഇലാ റബ്ബിക റുജ്അ, ജീമിന് സുക്കൂനാണ്. ഔ അമറ ബിത്തഖ്വ, ഖാഫിന് സുക്കൂനാണ്. അതുപോലെ തന്നെ വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദുൻ എന്നത് അഹദ് സുക്കൂനിലായിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അതിനെ വ്യക്തമാക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അവിടെയും നമ്മൾ ഫലഖ് എന്നാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, വതബ് എന്നോതാതെ വതബ് എന്നാണ് നമ്മൾ അവിടെ പാരായണം ചെയ്യുന്നത്. ഇതിനാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത്. എന്നാൽ ഈ 5 അക്ഷരങ്ങൾക്ക് പുറമേയുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോൾ നമ്മൾ അവയെ വ്യക്തമാക്കാറില്ല, വ്യക്തമാക്കാൻ പാടുമില്ല. ഉദാഹരണത്തിന് ഇദ്നാദാ റബ്ബഹു, അവിടെ പുള്ളിയുള്ള ദാലാണ്. ദാലിനെ നമ്മൾ സുക്കൂന് വന്നപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? വ്യക്തമാക്കാതെയാണ് ഉച്ചരിച്ചത്. ഇദ്നാദാ റബ്ബഹു. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾക്ക്, ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അവയെ വ്യക്തമാക്കി പ്രകടമായി ഉച്ചരിക്കണം. ഇതിനാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.